ഹലോ, ഇറ്റ്സ് മീ ഗോബു ചിന്തലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിങ്ങനെ ഒരു വീഡിയോ ആയിട്ടിടണമെന്ന് തീരെ വിചാരിച്ചതല്ല കേട്ടോ. പിന്നെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോസൊന്നും കാണാത്തതെന്ന്. അപ്പോൾ അതിനൊരു എക്സ്പ്ലനേഷനായിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഇട്ടത്. അതായത് കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മുടെ ദേവൂട്ടന് തീരെ സുഖമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നവംബർ 7 അവൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരൂർ പോയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തി അടുത്ത ദിവസം തൊട്ട് തന്നെ ഒരു ചുമ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹോമിയോ ഡോക്ടറിനെ തന്നെ കാണിച്ചു. അങ്ങനെ മെഡിസിൻസൊക്കെ കൊടുത്തുകൊണ്ടിരിക്കും തോറും കുറയുന്നു, പിന്നെയും കൂടും, കുറയും കൂടും, ആ ഒരു സിറ്റുവേഷനിലായിരുന്നു. അപ്പോൾ ചേട്ടൻ ജോലിക്ക് പോകുമ്പോഴത്തേക്കും എനിക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കണ്ടപ്പോഴത്തേക്കും ചേട്ടൻ്റെ അച്ഛനും അമ്മയും മലപ്പുറത്തേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഒരാഴ്ച അവരും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരാഴ്ചയൊക്കെ വെയിറ്റ് ചെയ്തിട്ടും അവന് കുറയുന്നില്ല എന്ന് കണ്ടപ്പോഴത്തേക്കും നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു കേട്ടോ. കാരണം തിരൂരിൽ നമ്മൾ 1-2 അലോപ്പതി ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോഴൊന്നും നമുക്ക് സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. അങ്ങനെ നമ്മൾ വിചാരിച്ചു നാട്ടിലെത്തിയിട്ട് നമ്മൾ അവനെ സ്ഥിരം കാണിക്കുന്നത് നെയ്യാർ മെഡ് സിറ്റിയിലാണ്, അവിടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാവരും നാട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ട്രെയിനിൽ അവനാകെ ടയർഡൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ എങ്ങനെയൊക്കെയോ രാത്രി ഒരു 9:30 ആയപ്പോൾ നാട്ടിലെത്തി. തിരിച്ച് അടുത്ത ദിവസം തന്നെ നമ്മൾ രാവിലെ നെയ്യാർ മെഡ് സിറ്റിയിലേക്ക് എത്തി കേട്ടോ. അവിടെ എത്തിയപ്പോഴത്തേക്കും ആൻറ്റിബയോട്ടിക്കൊക്കെ തന്നു. അപ്പോൾ നമ്മൾ മാക്സിമം ഇവന് ആൻറ്റിബയോട്ടിക് കൊടുക്കാതിരിക്കാനാണ് ഹോമിയോയിലൊക്കെ കൊണ്ട് കാണിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആൻറ്റിബയോട്ടിക് കൊടുക്കേണ്ടി വന്നു. അങ്ങനെ ഇതാ ആൻറ്റിബയോട്ടിക് തന്നു. അതുപോലെ തന്നെ ഒരു 5 ദിവസം രാവിലെയും വൈകിട്ടും നെബുലൈസേഷൻ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നു കേട്ടോ. അങ്ങനെ ഇതാ അവനെ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചിട്ട് തിരിച്ചതാ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചേട്ടൻ അടുത്ത ദിവസം തന്നെ തിരൂരിലേക്ക് മടങ്ങി. പിന്നെ ഞാനും ചേച്ചിയും കൂടെ അവനെ എന്നും രാവിലെയും വൈകിട്ടും ഒക്കെ നെബുലൈസേഷന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നെബുലൈസേഷൻ ആദ്യമൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്കും ഭയങ്കര കരച്ചിലായിരുന്നു, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അത്രയും കരച്ചിലായിരുന്നു കേട്ടോ. പിന്നെ ഒരു 3 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും രാവിലെയും വൈകിട്ടും ഒക്കെ എടുത്ത് വന്നപ്പോഴത്തേക്കും അവനൊരു ഇത്തിരി പേടി മാറി കിട്ടി. എന്നാലും ചെറിയൊരു പിണക്കമൊക്കെ ഉണ്ടാവും. പിന്നെ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് നെബുലൈസേഷനൊക്കെ കൊടുത്തു. അങ്ങനെ നെബുലൈസേഷനൊക്കെ കൊടുത്തൊരു വിധം കുറഞ്ഞിരുന്നപ്പോഴത്തേക്കും പിന്നെ വീണ്ടും പനി വന്നു. അപ്പോൾ ഡോക്ടർ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി പനി വന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, കാരണം ചുമ ഇത്രയും നീണ്ടു നിൽക്കുന്നത് കാരണം. അങ്ങനെ കൊണ്ടുപോയി ഒന്ന് എക്സ്റേ ഒക്കെ എടുത്തു. അപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആൻറ്റിബയോട്ടിക് 2 ദിവസം കൂടെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് കുറഞ്ഞ് വന്നപ്പോൾ വീണ്ടും ഒരു പനി വന്നു. അങ്ങനെ നമ്മൾ വീണ്ടും കൊണ്ടുപോയി ഏകദേശം ഒരു 4-5 പ്രാവശ്യം കയറി ഇറങ്ങി കേട്ടോ. പിന്നെ അവനെ അഡ്മിറ്റ് ചെയ്തു കേട്ടോ. ഒരു 4 ദിവസത്തേക്ക് അഡ്മിറ്റ് ചെയ്തു. തലേ ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കാണിച്ചു, ഡോക്ടർ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ആണ് അവന് വീണ്ടും പനി വന്ന് നമുക്ക് വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നത്. അപ്പം ഇവന് കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ച് ചിന്തിച്ചിട്ട് തിരൂരിലേക്ക് പോയതാണ്. അപ്പോഴാണ് അഡ്മിറ്റ് ആയെന്ന് അറിഞ്ഞത്. പിന്നെ അങ്ങ് എത്തിയ ഉടനെ തന്നെ തിരിച്ചടുത്ത ട്രെയിനിൽ കയറി തിരിച്ച് വരേണ്ടി വന്നു. അപ്പോൾ ഒരു 4 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അവനെ ഡിസ്ചാർജ് ചെയ്തെങ്കിലും പിന്നെ 2 ദിവസം 3 നേരം വെച്ച് നെബുലൈസേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പോൾ ഒന്ന് കുറവുണ്ട് കേട്ടോ. അപ്പം 5 ദിവസം കഴിഞ്ഞിട്ടുള്ള റിവ്യൂവും ഇന്നലെ കഴിഞ്ഞു. ഇപ്പോൾ ആളൊന്ന് ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. എന്തായിരുന്നാലും കഴിഞ്ഞൊരു മാസം നമുക്ക് ഭയങ്കര ഓർക്കാൻ പോലും ഇഷ്ടമില്ലാത്തൊരു വൃത്തികെട്ട മാസമായിരുന്നു. ഞാനും മെൻ്റലി ഫിസിക്കലി ഭയങ്കരമായിട്ട് എക്സ്ഹോസ്റ്റഡ് ആയിപ്പോയി കേട്ടോ. അതൊക്കെ കൊണ്ടാണ് പിന്നെ വീഡിയോ ഇടാൻ ടൈം ഉണ്ടെങ്കിൽ പോലും എനിക്ക് അതിനുള്ളൊരു മനസ്സില്ലായിരുന്നു. അപ്പോൾ എല്ലാം ഓക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ പറ്റും എന്നാണ് വിശ്വാസം. അപ്പോൾ എല്ലാവരുടെയും പ്രേയേഴ്സ് എൻ്റെ ദേവുട്ടനോടൊപ്പം ഉണ്ടാവണം. അപ്പോൾ ടാറ്റാ.